എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻപോട് കൺമണി, ബിഗ് ബാൻ, ദാവീദ്, ഹണ്ട്, ബാഡ് ബോയ്സ് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അഗതി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് അഗതിയ. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് നേടിയിട്ടുണ്ടായിരുന്നു. അർജുൻ ജീവിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ ലീക്ക് വെർഷൻ നേരത്തെ വന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നാളെയാണ്. നാളെ രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ് അഗതി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ നേരത്തെ OTT റിലീസ് ആയതാണ്. ഈ സിനിമയുടെ മലയാളം വെർഷൻ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വിജയ് സേതുപതി, മഞ്ജു വാര്യരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് വിടുതലൈ പാർട്ട് 2 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് C5 സിനിമയുടെ മലയാളം വെർഷൻ റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മുഫാസ ലയൺ കിങ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി, തമിഴ്, തെലുങ്കു ഈ ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സ് സ്വന്തമാക്കിയത്. ഒമർ ലുലു ആണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡിസംബറിലാണ് ബാഡ് ബോയ്സ് ഇറങ്ങിയത്. ധ്യാൻ, സെന്തിൽ, റഹ്മാൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ബാഡ് ബോയ്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ കഴിഞ്ഞ വീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയാണ് സിനിമയുടെ റിലീസ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ബാഡ് ബോയ്സ് വരുന്നത്. ഇന്നല്ലെങ്കിൽ മറ്റന്നാൾ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ 8 നിലയിൽ പരാജയപ്പെട്ട സിനിമയാണ് ഐറിൻ അറേബ്യ. മുകേഷ്, ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ ഐറിൻ അറേബ്യ സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. ഏപ്രിൽ ആദ്യവാരമായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഗോകുൽ സുരേഷ്, മമ്മൂട്ടിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം ആദ്യ വീക്കിലായിരിക്കും ഡൊമിനിക് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് വേല സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷെയ്നികം, സണ്ണി വെയിനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 2 വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം ലാസ്റ്റ് വീക്കിൽ വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് അൻപോട് കൺമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് അൻപോട് കൺമണി എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു റൊമാൻറ്റിക്കൽ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ഇന്ന് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ആമസോൺ പ്രൈമിലാണ് അൻപോട് കൺമണി OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടാണ് സിനിമ വന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചത്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ റിലീസ് തീയതി വ്യക്തമല്ല. ഭാവന കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയാണ് ഹണ്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. മാർച്ച് മാസത്തിൽ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ മാർച്ച് 28-നായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT റിലീസ് നാളെ രാത്രിയാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനുമോഹൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ബിഗ് ബാൻ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ് ബിഗ് ബാൻ സിനിമയുടെ OTT റിലീസ്. ഒഫീഷ്യൽ ഡേറ്റ് മാർച്ച് 28-നാണ്. തലേ ദിവസം തന്നെ ബിഗ് ബാൻ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ആന്റണി വർഗീസ് ആണ് സിനിമയിലെ നായകൻ.
തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ദാവീദ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദാവീദ് തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി. ആക്ഷൻ മൂവി ആയതുകൊണ്ട് ആരാധകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. ദാവീദ് സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ മാർച്ച് മാസം 30-നായിരിക്കും ദാവീദ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.